നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ രണ്ടും ഒന്ന് ചെയ്യണേ. അത് മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാണ്ട് കമന്റും കൂടി ചെയ്യണേ. അപ്പൊ അധികമൊന്നും പറയാണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഇന്നലത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗമായിരിക്കും. അതായത് നമ്മളെ ചെക്കനാണെങ്കിൽ പറയും, മറ്റുള്ളവർ പറയുന്നത് നീ കേൾക്കുന്നില്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള എന്ത് കാര്യങ്ങളും നീ ചെയ്തോ, പക്ഷെങ്കിൽ നീ കേൾക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെയുള്ള വില നീ കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് അവൻ പോകാൻ നിൽക്കുന്ന ടൈം പിന്നെയും അവൻ പറയുന്നുണ്ട്, നീ മറ്റുള്ളവരെ കെയർ ചെയ്തിട്ടില്ലെങ്കിൽ നീ നിനക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോ, ഞാൻ ഒന്നും ചോദിക്കാൻ നിൽക്കൂലെന്ന്. അതും പറഞ്ഞിട്ട് അവൻ പോകുന്നേരം നമ്മളെ പെണ്ണാണെങ്കിൽ കരഞ്ഞുകൊണ്ട് പറയും, മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നുണ്ട് എന്ന് പറയൂ. നമ്മൾ എത്ര ഒരാളെ ഇഗ്നോർ ചെയ്യാൻ ശ്രമിച്ചാലും നമ്മളെ കൊണ്ട് ഒരാൾ കുറ്റം പറയുമ്പോൾ നമുക്കത് ഹേർട്ടാവും. നമ്മളെ ഒരു കുറ്റത്തിനെ മൈൻഡ് ആക്കുന്നില്ല എന്ന് വിചാരിച്ചാലും നമുക്ക് ഹേർട്ടാവും. മനുഷ്യന്മാർ അങ്ങനെയാണ്. ഞങ്ങൾക്ക് എല്ലാവരും പറയാൻ പറ്റില്ല, പക്ഷേ ഞാൻ അങ്ങനെയാണ്. നമ്മളെ 2 ആണെങ്കിൽ ഒരു പെണ്ണുങ്ങൾക്ക് പിയാനോ പഠിപ്പിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല. 2 ആണെങ്കിൽ ആ പെണ്ണുങ്ങളെ വീട്ടിൽ പോയിട്ടായിരിക്കും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടാവുക. അങ്ങനെ രാത്രിയായിട്ട് 2 തിരിച്ചു പോകാൻ നിൽക്കുന്ന ടൈം ആ ഒരു പെണ്ണുങ്ങളാണെങ്കിൽ 2നെ കൊണ്ട് നല്ല കാര്യങ്ങളൊക്കെ 2നോട് പറഞ്ഞിട്ടായിരിക്കും വിടുന്നുണ്ടാവുക. അങ്ങനെ 2 അവിടുന്ന് പോയ വാടനെയായിരിക്കും അവിടത്തേക്ക് ഒരാൾ വരുന്നുണ്ടാവുക. ആര്? നമ്മളെ ലിഞ്ച തന്നെ. ഈ ഒരു ലിഞ്ചേൻ്റെ അമ്മയായിരിക്കും ഈ ഒരു പെണ്ണുങ്ങൾ. എങ്ങനെയുണ്ട് നിങ്ങൾ വിചാരിച്ചനെ? ഞാൻ ചെറുങ്ങനെ വിചാരിച്ചനെ. അങ്ങനെ ഈ ഒരു ലിഞ്ചയാണെങ്കിൽ ലേറ്റ് ആയിട്ട് വന്നതിനും പണിയൊന്നും എടുക്കാത്തതിനും ഓരോ കുരുട്ടത്തരങ്ങൾ കാണിക്കുന്നതെന്നൊക്കെ അമ്മ ചീത്ത പറഞ്ഞോണ്ടായിരിക്കും അകത്തേക്ക് പോകുന്നുണ്ടാവുക. അങ്ങനെ നമ്മൾ കാണുന്നത് സങ്കടപ്പെട്ടിരിക്കുന്ന ഹാനിനെയും അവൻ്റെ മുന്നിലിരിക്കുന്ന കണ്ണടനെയാണ്. കണ്ണടക്കാണെങ്കിൽ എന്നാ സംഭവം എന്നൊന്നും മനസ്സിലാവുന്നുണ്ടാവില്ല. അവൻ ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന ടൈം നമ്മളെ ഹാൻ ആണെങ്കിൽ ഒന്നും പറയുന്നും ഉണ്ടാവില്ല. അതേ ടൈം നമ്മളെ സിങ് ആണെങ്കിൽ ഹാന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ടെൻഷൻ അടിച്ചിട്ട് നിൽക്കുന്നതായിരിക്കും. എന്നിട്ട് അവളാണെങ്കിൽ ലിന്നിന് മെസ്സേജ് അയച്ചിട്ട് പറയും, ഞാൻ അന്ന് പറഞ്ഞതുപോലെ ഞാനും ഹാനും തമ്മിൽ അത്ര വലിയ പരിചയമൊന്നുമില്ല. ഹാൻ എൻ്റെ ബോസ് അത്രയേ ഉള്ളൂ. നിങ്ങൾ എന്നോട് ഒരു ഓഫർ പറഞ്ഞിന്, ആ ഒരു ഓഫർ ഹാനിൻ്റെ പേരിലാണ് തന്നേന്നുള്ള കാര്യം എനിക്ക് നല്ലോണം അറിയാം. ആ ഒരു ഓഫർ വേണമെന്ന് എനിക്ക് ഒട്ടും ആഗ്രഹമില്ല. അത് മാത്രമല്ല എനിക്ക് നിങ്ങളെ ഹാനിന് പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റൂല എന്നൊന്നും കൂടി നമ്മളെ പെണ്ണ് പറയുന്നുണ്ടാവേ. പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ വിളിച്ചിട്ടല്ല മെസ്സേജ് അയച്ചിട്ട് പറയുന്നുണ്ടാവും. ഇതേ ടൈം നമ്മളെ കണ്ണടയാണെങ്കിൽ കുത്തി ചോദിക്കുന്നേരം നമ്മളെ ഹാൻ ആണെങ്കിൽ ഇന്ന് നടന്ന സംഭവങ്ങളൊക്കെ പറയും. അതേ ടൈം നമ്മളെ കണ്ണടയാണെങ്കിൽ പറയും, എടാ നിനക്ക് എന്നാടാ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഹാൻ ആണെങ്കിൽ പറയും, എടാ അവൾ എൻ്റെ അടുത്ത് അഡ്വാൻറ്റേജ് എടുത്തതിന് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേങ്കിൽ നമ്മളെ ഇൻഡസ്ട്രി നിനക്ക് നല്ലോണം അറിയാലോ, എന്തെങ്കിലും ഒരു ചെറുത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നത്തിലേക്ക് പോകുക. എനിക്ക് എന്നെ കൊണ്ട് ആലോചിച്ചിട്ട് ഒരു വറിയിടില്ല, പക്ഷേങ്കിൽ ആ ഒരു കാര്യം അവൾക്ക് താങ്ങാൻ പറ്റുന്നുള്ളൊരു ടെൻഷൻ എനിക്ക് ഉണ്ട് എന്ന് പറയും. നമ്മളെ ഹാനിൻ്റെ ഭാഗത്ത് നിന്ന് തിങ്കാക്കുമ്പോൾ ഹാനിൻ്റെ ഭാഗത്ത് തന്നെയാണ് ശരി. അവളെ പെണ്ണിൻ്റെ മെസ്സേജ് കണ്ടിട്ട് ആ ഒരു ലിന്നാണെങ്കിൽ അവളെ വിളിക്കുന്നുണ്ടാവേ. എന്നിട്ട് അയാളാണെങ്കിൽ പറയും, നീ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റാണ്, പക്ഷേങ്കിൽ നമ്മളെ ഹാനിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ടാങ്ങിനെ ഞാൻ കണ്ടിന്. അയാൾ പറഞ്ഞിന് എന്നെ നിൻ്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നീ അവൻ്റെ സ്കൂൾമേറ്റ് ആയിട്ട് കൂടി ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചിരുന്നത്, അതുകൊണ്ട് നിനക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റൂല എന്നുള്ള കാര്യം എനിക്ക് നല്ലോണം അറിയാം. നീ ഇപ്പെങ്കിലും സത്യസന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ നിനക്ക് തന്ന ആ ഒരു ഡിസ്കൗണ്ട് നീ ഇങ്ങനെ റിജക്റ്റ് ചെയ്യേണ്ട ഒരാവശ്യമില്ല. നിന്റെ സത്യസന്ധത നമ്മളെ കമ്പനിക്ക് ഒരുപാട് ഗുണേ ചെയ്യുള്ളൂ എന്ന് പറയേ. അതായത് ഇയാൾക്കാണെങ്കിൽ നമ്മളെ പെണ്ണുമായിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യം ഉണ്ടാകുമെന്നായിരിക്കും ഇയാൾ പറയുന്നുണ്ടാവുക. ഇത് കേൾക്കുമ്പോൾ നമ്മളെ പെണ്ണിനും സന്തോഷമാവും. നമ്മൾ കാണുന്നത് കമ്പനിയിൽ ഇരിക്കുന്ന നമ്മളെ സിങ്ങിനെ ആയിരിക്കും. അവൾ എന്നാ ഹാനിന് മെസ്സേജ് അയച്ചിട്ട് അവനെ സമാധാനപ്പെടുത്തുമെന്ന് വിചാരിച്ചിട്ട് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നതായിരിക്കും. അങ്ങോട്ടേക്ക് ലീവ് വരുന്നുണ്ടാവുക. ലീന കണ്ടപാട് നമ്മളെ സിങ്ങിനെയും കാട്ടി സന്തോഷം നമ്മളെ സൂനായിരിക്കും. അതിൻ്റെ റീസൺ എന്നാന്ന് നമുക്കറിയാലോ. അതേ ടൈം സിങ് നീ എന്താ ഇവിടാന്ന് നമ്മളെ ലീനോട് ചോദിക്കുമ്പോൾ ലീ പറയും, നീയല്ലേ പറഞ്ഞത് നിന്റെ കമ്പനിയിൽ വന്നിട്ട് തീരണം എന്നാ പറഞ്ഞത്, ചേരണമെന്ന്. ആ ഒരു കാര്യത്തിൽ തീരുമാനം ഞാൻ എടുത്ത് ഇനി മുതൽ ഞാൻ നിന്റെ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പോകുന്നെന്ന് പറയേ. ഇത് കേൾക്കുമ്പോൾ നമ്മളെ സിങ്ങിനും സൂനൊക്കെ ഭയങ്കര സന്തോഷമാകും. നമ്മളെ സിങ് ആണെങ്കിൽ സൂനോട് ലീന നോക്കുന്നെന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ നമ്മളെ ഹാനിന് മെസ്സേജ് അയക്കേണ്ടി എന്നാന്ന് ടൈപ്പ് ചെയ്തോട് നിൽക്കലായിരിക്കും. ഇവരെ കലപിലെ ശബ്ദം കേൾക്കുമ്പോൾ നമ്മളെ ഹാനിനാണെങ്കിൽ ഒന്നും ടൈപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അവളാണെങ്കിൽ പറയും, ഞാൻ ഇങ്ങനെ പുറത്ത് പോയിട്ട് വരുന്നെന്ന് പറഞ്ഞിട്ട് അവൾ പുറത്തേക്ക് നടക്കെ. നമ്മളെ ലീ ആണെങ്കിൽ സിങ്ങിൻ്റെ സങ്കടങ്ങളൊക്കെ കാണുന്നുണ്ടായിരിക്കും. അവളാണെങ്കിൽ നമ്മളെ സിങ്ങിൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്നാ നിന്റെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ നമ്മളെ പെണ്ണാണെങ്കിൽ അവളെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവും. അവളാണെങ്കിൽ പറയും, എനിക്കിങ്ങനെ ഹാനിനെ ഫേസ് ചെയ്യാൻ ഒരു മടിയുണ്ട്, ഇനി ഞാൻ എന്നാ ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ലീ ആണെങ്കിൽ പറയും, നിന്റെ
മനസ്സിൽ എന്താണോ നിനക്ക് അവനോട് പറയാനുള്ളത് അത് നീ തുറന്നു പറഞ്ഞു, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെയല്ലേ നമുക്ക് കേൾക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ലീ അവിടുന്ന് പോകുന്നുണ്ടാവും. ലീ പോയപാട് നമ്മളെ സിങ് ആണെങ്കിൽ ഹാനിന് മെസ്സേജ് അയച്ചിട്ട് പറയും, ഇന്നലെ ചെയ്തതിലൊക്കെ എൻ്റെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട്, ആ മിസ്റ്റേക്കിൽ നിന്നൊക്കെ ഞാൻ ഒരുപാട് പാഠങ്ങളും പഠിച്ചിട്ടുണ്ട്, ഇനി മുതൽ ഞാൻ അതൊന്നും ആവർത്തിക്കൂല എന്നൊന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് ആയിരിക്കെ. എന്നിട്ട് അവളാണെങ്കിൽ അവൻ്റെ റിപ്ലൈക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കുമ്പോൾ അവനാണെങ്കിൽ മാത്രം അയക്കുന്നുണ്ടാവുമായിരിക്കും, ഒരു വലിയ പാരഗ്രാഫ് അയച്ചിട്ട് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സങ്കടമൊക്കെ ഉണ്ട്. ഇതേ ടൈം നമ്മളെ ഹാൻ ആണെങ്കിൽ അവന്റെ മുത്തശ്ശന്റെ കൂടെയായിരിക്കും ഉണ്ടാവുക. മുത്തശ്ശനാണെങ്കിൽ നമ്മളെ യുവാനും ഹാനും തമ്മിലത്തെ അടിയൊക്കെ ചോദിക്കുന്നുണ്ടാവേ. നമ്മളെ ഹാൻ ആണെങ്കിൽ പറയും ബിസിനസ് അല്ലേ, അതിൽ നമുക്ക് ഇങ്ങനെ കസിന് സിസ്റ്റർ അങ്ങനെയൊന്നുമില്ലല്ലോ, ബിസിനസ് എന്ന് വെച്ചാൽ ബിസിനസ് അല്ലേ, അപ്പൊ അതിൽ ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയല്ലോ തടി തപ്പുന്നുണ്ടാവേ. അതേ ടൈമായിരിക്കും നമ്മളെ മുത്തശ്ശനാണെങ്കിൽ സിങ്ങിനെ കൊണ്ട് ചോദിക്കുന്നുണ്ടാവുക, നീ ആണെങ്കിൽ സിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ പെണ്ണിന്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തെന്ന് അറിഞ്ഞല്ലോ, എന്നാന്ന് നിനക്ക് അവളോട് ഇഷ്ടമുണ്ടോ എന്ന് ചോദിക്കേ. നമ്മളെ ഹാൻ ആണെങ്കിൽ പറയും ഒരിക്കലും ഒരു ഇഷ്ടത്തിന്റെ പേരിൽ ഒരു കമ്പനിയിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യൂല, പിന്നെ മുത്തശ്ശൻ പറഞ്ഞ പോലെ എനിക്ക് അവളെ ഇഷ്ടമാണ്, പക്ഷേ അവളെൻ്റെ ഗേൾ ഫ്രണ്ട് അല്ല, ഞാൻ അവളോട് ഇഷ്ടവും പറഞ്ഞിട്ടില്ല, അവളെൻ്റെ ഇഷ്ടം ആക്സെപ്റ്റും ചെയ്തിട്ടില്ല എന്ന് പറയൂ. അതേ ടൈം മുത്തശ്ശനാണെങ്കിൽ പറയും നീ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിന്, പക്ഷെങ്കിൽ അവക്കാണെങ്കിൽ നമ്മളെ ഫാമിലിയിലേക്ക് വരാൻ അതിനനുസരിച്ചിട്ടുള്ള ഒരു ക്യാപ്പബിലിറ്റി വേണം, ഒരു സാധാരണ പെൺകുട്ടീനെ ഉറപ്പായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റൂല എന്ന് പറയേ. അതേ ടൈം നമ്മളെ ഹാൻ ആണെങ്കിൽ പറയും എനിക്ക് സിങ്ങിലാണെങ്കിൽ ഒരുപാട് വിശ്വാസമുണ്ട്, അവൾ ഉറപ്പായിട്ട് സക്സസ് ആവുമെന്ന് പറയും. മുത്തശ്ശനാണെങ്കിൽ പറയും ഞാൻ നിനക്ക് 2 വർഷം സമയം തരാം, അതിനുള്ളിൽ അവൾ സക്സസ് ആയിട്ടില്ലെങ്കിൽ ഞാൻ ആരെയാണോ കണ്ടുപിടിക്കുന്നത് അയാളെ നീ കല്യാണം കഴിക്കണമെന്ന് പറയൂ. നമ്മളെ ഹാൻ അതിന് എന്താ പറയുക ഓക്കെ എന്നും പറയുന്നുണ്ടാവില്ല, ഓക്കെ അല്ല എന്നൊന്നും പറയുന്നുണ്ടാവില്ല. നമ്മളെ പെണ്ണിന്റെ കമ്പനിയിൽ ഓരോ പ്രശ്നങ്ങൾ കഴിയുമ്പോൾ അടുത്ത പ്രശ്നം വന്നോണ്ട് നിൽക്കലായിരിക്കും. ആ ഒരു പ്രിന്ററിന്റെ പ്രശ്നം ഒന്ന് തണുത്ത ടൈമായിരിക്കും ഇവർക്കാണെങ്കിൽ ഇപ്പൊ എംപ്ലോയി പ്രോബ്ലം വന്നിട്ടുണ്ടാവുക. അതായത് പ്രിന്റർ കിട്ടിയതിന് ശേഷം എംപ്ലോയീസിനെ നോക്കാന്നായിരിക്കും നമ്മളെ പെണ്ണും ടീമും വിചാരിച്ചിട്ടുണ്ടാവുക. അങ്ങനെ പ്രിന്റർ സെറ്റായ ശേഷം എംപ്ലോയീസിനെ നോക്കുന്നവര് എംപ്ലോയീസ് ആണെങ്കിൽ ഇവരെ കമ്പനിയിൽ വരാൻ തയ്യാറാകുന്നുണ്ടാവില്ല. കാരണം ഇവരെ കമ്പനി ആണെങ്കിൽ ഒരു റൂഫ് ടോപ്പിലാണല്ലോ, ഇതുപോലത്തെ ഒരു ചെറിയ കമ്പനിയിലാണോ നമ്മൾ വർക്ക് ചെയ്യേണ്ടത്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ആൾക്കാർ വരാണ്ട് നിൽക്കുന്നുണ്ടാവുക. ഇവർ ഈ ഒരു കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ടൈം സിങ്ങും അങ്ങോട്ടേക്ക് വരിക. സൂ ആണെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ സിങ്ങിനോട് പറയുമ്പോൾ സിങ് ആണെങ്കിൽ പറയും നമുക്ക് ഈ ഒരു കമ്പനി ഇവിടുന്ന് മാറ്റാന്ന് വെച്ചാൽ പൈസ വേണം, ഇപ്പൊ പ്രിന്ററിന് തന്നെ വലിയ പൈസ വേണം, അതിന്റെ ഇടയ്ക്ക് ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് താങ്ങാനേ പറ്റൂല എന്ന് പറയേ. അതിനിടയ്ക്ക് ഷെങ് ആണെങ്കിൽ പറയും നിങ്ങൾ പേടിക്കണ്ട, ഞാൻ എങ്ങനെയെങ്കിലും എംപ്ലോയീസിനെ പരുതാന്നെന്ന് പറഞ്ഞിട്ട് അവൻ ട്രൈ ചെയ്യുന്നുണ്ടാവും. ഇതേ ടൈം നമ്മളെ ഹാൻ ആണെങ്കിൽ അവന്റെ ഇന്നത്തെ ഷെഡ്യൂൾ നോക്കിയിട്ട് നമ്മളെ ടാങ്ങിനെ വിളിക്കുന്നുണ്ട്. അതായത് സംഭവം എന്നായിരിക്കും ഇന്ന് സിങ്ങുമായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്. ആ ഒരു മീറ്റിംഗ് ആണെങ്കിൽ അരമണിക്കൂർ മാത്രമേ വെച്ചിട്ടുണ്ടാവുള്ളേ. ആ ഒരു കാര്യം ചോദിക്കേണ്ടിട്ടായിരിക്കും ടാങ്ങിനെ വിളിക്കുന്നുണ്ട്. ടാങ് ആണെങ്കിൽ സാർ എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നത് നമ്മളെ ഹാനിന്റെ ഒരു നോട്ടം നോക്കി. അതേ ടൈം ടാങ് ആണെങ്കിൽ പറയും എല്ലാ കാര്യങ്ങളും മനസ്സിലായി, ഞാൻ 2 മണിക്കൂർ ആ ഒരു സിങ്ങുമായിട്ടുള്ള മീറ്റിംഗ് വെക്കാന്നെന്ന് പറഞ്ഞിട്ട് ടാങ് അവിടുന്ന് പോകുന്നുണ്ടാവും. അതേ ടൈം ഹാൻ ആണെങ്കിൽ ഹാപ്പി ആയിട്ട് ഈ ഒരു കാര്യം നമ്മളെ സിങ്ങിനോട് സിങ്ങും ഇനി ഇവനെ കാണാൻ പോകണല്ലോ മുത്തപ്പാന്ന് വിചാരിച്ചിട്ട് ഇരിക്കുന്ന അതേ ടൈമായിരിക്കും ലീ അവളെ വിളിക്കുന്നുണ്ടാവുക. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളെ സിങ്ങിനാണെങ്കിൽ എന്തോ ഒരു സംഭവം പർച്ചേസ് ചെയ്യണമായിരിക്കും. അപ്പൊ അതിനുള്ള ഒരാളെ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മളെ ലീ ആണെങ്കിൽ അത് കണ്ടുപിടിച്ചിട്ടായിരിക്കും നമ്മളെ സിങ്ങിനെ വിളിക്കുന്നുണ്ടാവും. പക്ഷേങ്കിൽ ലീക്ക് ഇപ്പൊ അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് സിങ്ങിനോട് ഒന്ന് പോകുമെന്ന് ചോദിക്കുമ്പോൾ നമ്മളെ സിങ്ങും ഓക്കെ പറയുന്നുണ്ടാവും. അതേ ടൈം ആയിരിക്കും നമ്മളെ ഹാനിന്റെ അടുത്ത് പോകേണ്ട കാര്യം അവൾക്ക് ഓർമ്മ വരുന്നുണ്ടാവുക. നേരായിരിക്കും അവളെ മുന്നിലാണെങ്കിൽ ഒരു എരേനെ കാണുന്നുണ്ടാവുക. ആര് നമ്മളെ സൂ തന്നെ. സൂനോടാണെങ്കിൽ നീ ഇങ്ങനെ ഹാനിനെ കാണാൻ പോകുമെന്ന് ചോദിക്കുമ്പോൾ നമ്മളെ സൂനാണെങ്കിൽ ഒട്ടും താല്പര്യം ഉണ്ടാവില്ലേ. പക്ഷേങ്കിൽ നമ്മളെ സിങ് ആണെങ്കിൽ നിർബന്ധിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടാവും. അതേ ടൈം സൂ ആണെങ്കിൽ ചോദിക്കും ആ ഒരു ഹാൻ നീ എവിടെയാ പോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നാ പറയേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ പറയും ഞാനിങ്ങനെ വേറെ കമ്പനിയിൽ പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവന് ദേഷ്യം പിടിക്കും. നീ ആണെങ്കിൽ അവനോട് എനിക്ക് സുഖമില്ല എന്നൊന്ന് പറഞ്ഞാൽ മതി, എന്തെങ്കിലും ഉടായ്പൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഉപദേശിച്ചെടുത്തിട്ടായിരിക്കും നമ്മളെ സിങ് അവിടുന്ന് പോകുന്നുണ്ടാവുക. ഇതേ ടൈം നമ്മളെ ലീ ഒരാളെ കാണാൻ പോകണമെന്ന് പറഞ്ഞിട്ടില്ലേ, അത് ആരായിരിക്കും എന്നറിയാം, നമ്മളെ ഈ ആയിരിക്കും. ഈ നമ്മളെ ലീനെ കാണണമെന്ന് പറഞ്ഞത് കൊണ്ടായിരിക്കും ലീ പോയിട്ടുണ്ടാവുക. സംഭവം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളെ ഈക്കാണെങ്കിൽ കുറച്ച് ബോണസ് കിട്ടിയിട്ടുണ്ടാവേ. നമ്മളെ സിങ് കഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഈക്ക് അറിയാലോ, അതുകൊണ്ട് ആ ഒരു ബോണസ് അവക്ക് കൊടുക്കേണ്ടിട്ടായിരിക്കും ഈ ഒരു ഈ വന്നിട്ടുണ്ടാവുക. അതേ ടൈം ലീ ആണെങ്കിൽ പറയും നീ ഒരു പൈസ തന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് വാങ്ങൂന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളെ ഈ ആണെങ്കിൽ ഞാൻ തന്നെന്ന് പറയണ്ടെന്ന് പറയോ. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ ലീ ആണെങ്കിൽ ചോദിക്കും
ചോദിക്കും നീ എന്തിനാ അവളുമായിട്ട് ബ്രേക്കപ്പ് ചെയ്തത്, നിങ്ങൾ രണ്ടാളും ഭയങ്കര സ്നേഹത്തിലല്ലേനോന്ന് ചോദിക്കുന്നവരോ അവനാണെങ്കിൽ പറയും ആ ഒരു സ്നേഹം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ബ്രേക്കപ്പ് ചെയ്തത്, അവക്കൊരു നല്ലൊരു ഫ്യൂച്ചർ വേണമെന്ന ആഗ്രഹം, പക്ഷെങ്കിൽ അവൾ എൻ്റെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാനൊരു സപ്പോർട്ട് സിസ്റ്റം ആയിട്ട് മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ, അത് മാത്രമല്ല നമ്മൾ പിന്നെ ലീഡ് ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ ലൈഫ് മാത്രമായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ അവളെ വേണ്ടാന്ന് വെച്ചത്, ആ ഒരു വേണ്ടാന്ന് വെക്കല് എനിക്കും നല്ലതാണ് അവക്കും നല്ലതാണെന്ന് പറയുന്നുണ്ടാവേ. നമ്മളെ ലീഗും ഈ ഒരു കാര്യത്തിൽ അധികം ഒന്നും പറയാനുണ്ടാവില്ല. എന്നിട്ട് ഈ ഒരു ആണെങ്കിൽ അവൾക്ക് എന്ത് പ്രശ്നം വന്നിട്ടുണ്ടെങ്കിലും എന്നെ വിളിക്കണം എന്ന് പറഞ്ഞിട്ടായിരിക്കും അവിടുന്ന് പോകാൻ നിൽക്കുന്നുണ്ടാവുക. പോകാൻ നോക്കുന്നേരം ലീ ആണെങ്കിൽ ഇപ്പം ആ ഒരു പൈസയും കൂടി എടുത്തിട്ട് പോയിക്കോ, അവൾ എന്തായാലും ആ ഒരു പൈസ വാങ്ങാൻ പോകുന്നില്ല എന്ന് പറയും. ഇന്ന് ഞാൻ ഒരു എപ്പിസോഡും കൂടി ഇടണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെങ്കിൽ ഭയങ്കര തൊണ്ടവേദനയാണ്, നാവിങ്ങനെ തെറ്റിക്കൊണ്ട് നിൽക്കുന്നത്, കുഴഞ്ഞു മറിഞ്ഞിട്ടല്ല പോകുന്നത്, ഒരുപാട് തിരുത്തി പറയാൻ നോക്കിയ കണ്ട തിരുത്തി പറയാൻ നോക്കിയാണ് എന്നാലും തെറ്റിപ്പോയിക്കൊണ്ട് നിൽക്കുന്നത്. പിന്നെ തൊണ്ടവേദന ആയതുകൊണ്ട് അധികം സ്ട്രെയിൻ എടുക്കാനും പറ്റുന്നില്ല, അതുകൊണ്ട് ദയവ് ചെയ്ത് ഇന്ന് മാത്രം എന്നോട് ഒന്ന് ക്ഷമിക്കണേ. അങ്ങനെ നമ്മളെ ഹാൻ ആണെങ്കിൽ സിങ്ങിന് വേണ്ടിയിട്ട് പ്രതീക്ഷിച്ചിട്ട് ഇരിക്കുന്ന ടൈമായിരിക്കും അങ്ങോട്ടേക്ക് സൂ വരുന്നുണ്ടാവുക. നമ്മൾ ചിക്കൻ കറി പ്രതീക്ഷിച്ചിട്ട് വേറെ എന്തെങ്കിലും നമുക്ക് കിട്ടുമ്പോണ്ടാകുന്ന ഒരു സങ്കടമില്ലേ, അത് നമ്മളെ ഹാനിന്റെ മുഖത്ത് നല്ലോണം ഉണ്ടാവേ. 2 മണിക്കൂർ മീറ്റിംഗ് വേണമെന്ന് പറഞ്ഞിട്ട് 5 മിനിറ്റോട് ആ ഒരു മീറ്റിംഗ് അവൻ കഴിക്കുന്നുണ്ടാവുമായിരിക്കും. എന്നിട്ട് ഹാൻ ആണെങ്കിൽ നമ്മളെ സിങ്ങിനെ കൊണ്ട് ചോദിക്കുന്നുണ്ടാവും. അതേ ടൈം നമ്മളെ ചെക്കനാണെങ്കിൽ അവക്കിങ്ങനെ സുഖമില്ല തൊണ്ടവേദനയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തല്ലോ കള്ളത്തരം പറയുന്നുണ്ടാവും. ഹാൻ ആണെങ്കിൽ കയ്യോടെ പൊക്കിയിട്ട് നമ്മളെ സിങ്ങിനെ വിളിക്കാൻ നിൽക്കുന്നേരം നമ്മളെ സൂ ആണെങ്കിൽ പറയും അവളാണെങ്കിൽ ക്യുവാനെ കാണാൻ പോയതാണ്, അതിങ്ങനെ സിങ്സാങ് എന്ന് പറഞ്ഞില്ല ഹോസ്പിറ്റലിലത്തെ ഡോക്ടറാണെന്ന് പറയും. അപ്പൊ നമ്മളെ ചെക്കൻ്റെ സത്യസന്ധത കാണുമ്പോൾ ഹാൻ ആണെങ്കിൽ പറയും നീ ഭയങ്കര സത്യസന്ധനാണ്, അതുകൊണ്ട് ഈ ഒരു ഫയലും എടുത്തിട്ട് പോയിക്കൊന്നു പറയേ. എന്നാലായിരിക്കും നമ്മളെ സൂനൊരു ആശ്വാസമാകുന്നുണ്ടാവുക. സൂനാണെങ്കിൽ ഹാനിനെ കാണാൻ പേടിയായിരിക്കും, അതുകൊണ്ടായിരിക്കും അവൻ പോകൂല എന്ന് പറഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെ സൂ ആണെങ്കിൽ നേരത്തെ പോകുന്ന കാണുമ്പോൾ ടാങ് ആണെങ്കിൽ പറയുന്നുണ്ട് 2 മണിക്കൂർ മീറ്റിംഗ് എന്ന് പറഞ്ഞ് ഇതെന്താ ഭഗവാനെ 5 മിനിറ്റ് കൊണ്ട് തീർന്നേ നിന്ന്. അതും ആലോചിച്ച് നിൽക്കുന്ന അതേ ടൈം ഹാൻ ആണെങ്കിൽ എങ്ങോട്ടേക്കോ പോകാൻ നമ്മളെ ടാങ്ങിനെ വിളിക്കും. ഇതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ ആ ഒരു ഡോക്ടറെ കാണാൻ നിൽക്കുമ്പോൾ ഡോക്ടർ ആണെങ്കിൽ തിരക്കാന്നെന്ന് പറഞ്ഞിട്ട് നമ്മളെ പെണ്ണിനെ ഒഴിവാക്കുന്നുണ്ടാവേ. എന്നാലും നമ്മളെ പെണ്ണാണെങ്കിൽ ഡോക്ടറെ എപ്പെങ്കിലും കാണാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് അവിടെ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുന്ന അതേ ടൈം ആയിരിക്കും നമ്മളെ ചെക്കനാണെങ്കിൽ സൂന്റെ കൈമുന്ന് എല്ലാം അറിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. അവനാണെങ്കിൽ അവളെ കണ്ടപാടെ അവളെ ഫോൺ വിളിക്കുക, അവളാണെങ്കിൽ അവനെ കണ്ടിട്ടുണ്ടാവില്ല. എന്നിട്ട് അവനാണെങ്കിൽ ചോദിക്കും നീ ഇങ്ങനെ എവിടെയാ ഉള്ളത്, നിനക്കിങ്ങനെ സുഖമില്ലെന്ന് പറയുന്ന കേട്ടിട്ടുണ്ടെന്ന് ചോദിക്കുമ്പോൾ നമ്മളെ പെണ്ണാണെങ്കിൽ എനിക്ക് സുഖമില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് അഭിനയിക്കുന്നുണ്ടാവേ. അതേ ടൈം നമ്മളെ ചെക്കനാണെങ്കിൽ അവൾ അടുത്തേക്ക് വന്നിട്ട് ശരിക്കും നിനക്ക് നല്ല അസുഖമാണോ എന്ന് ചോദിക്കും. നമ്മളെ പെണ്ണാണെങ്കിൽ ഭഗവാനെ പിന്നെയും പെട്ടെന്ന് വിചാരിച്ചിട്ട് ഇവന്റെ മുന്നിൽ നിന്നിട്ട് പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചോട് അഭിനയിക്കുന്നുണ്ടാവേ. പക്ഷെ അവന് കാര്യം നേരത്തെ പിടികിട്ടീനല്ലോ, അത് നമ്മളെ പെണ്ണിന് അറിയില്ല. അതേ ടൈം നമ്മളെ ചെക്കനാണെങ്കിൽ നീ ഇങ്ങനെ ക്യൂൻ ഡോക്ടറെ കാണാൻ വന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളെ പെണ്ണാണെങ്കിൽ പറയും അതിനാന്ന് വന്നത്, പക്ഷേ ഞാൻ നിന്റെ പേര് യൂസ് ചെയ്തിട്ടേ ഇല്ല എന്ന് പറയുമ്പോഴേക്കും ആ ഒരു ഡോക്ടർ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവും. ഹാനിനാണെങ്കിൽ എല്ലാ സ്ഥലത്തും വലിയൊരു വിലയുണ്ടല്ലോ, അതുകൊണ്ട് ഡോക്ടർ ആണെങ്കിൽ പറയും നിങ്ങളുമായിട്ടൊരു അപ്പോയിൻമെന്റിന് ഞാൻ കുറേ ദിവസമായിട്ട് കാത്തു നിൽക്കുന്നതാണ്, പക്ഷേ കിട്ടിയിട്ടില്ല, ഇപ്പൊ സമയം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് സംസാരിച്ചാലോ എന്ന് ചോദിക്കുന്നവർ നമ്മളെ ഹാൻ ആണെങ്കിൽ സിങ്ങിനെയും അവിടെ നിർത്തിയിട്ട് അകത്തേക്ക് പോകുന്നുണ്ടാവേ. നമ്മളെ സിങ്ങിന് സങ്കടാകുന്നുണ്ടാവും, കാരണം ഇത്ര നേരം ആ ഒരു ഡോക്ടർ ബിസിയാണെന്ന് പറഞ്ഞിട്ടാണല്ലോ അവളെ അവിടെ ഇരിപ്പിച്ചത്. അങ്ങനെ നമ്മളെ പെണ്ണാണെങ്കിൽ ആ ഒരു ഹാന് പുറത്ത് വരുന്നേരം ആ ഒരു ഡോക്ടറോട് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ട് നിന്നിട്ടും ഇരുന്നിട്ടും കിടന്നിട്ടും ഒക്കെ സമയം പോക്കുന്നുണ്ടാവേ. അതിന്റെ ഇടയ്ക്ക് അവക്കാണെങ്കിൽ വയറ്റുന്ന ഒച്ചപ്പാടാകുന്നുണ്ടാവും, വാഷ്റൂമിൽ പോകാനും തോന്നുന്നുണ്ടാവും. അവരിപ്പം വരൂലെന്ന് വിചാരിച്ചിട്ട് നമ്മളെ പെണ്ണാണെങ്കിൽ പോയിട്ട് തിരിച്ചു വരുന്ന അതേ ടൈം തന്നെ ഡോക്ടർ ആണെങ്കിൽ ഡോക്ടറെ പാട്ടിന് പോയിട്ടുണ്ടാവേ. അവളവിടെ സങ്കടപ്പെട്ടിട്ട് നിൽക്കുന്നേരം അവനാണെങ്കിൽ പറയും നീ ഇന്ന് ഭയങ്കര ടയേർഡല്ലേ, ഇന്ന് രാത്രി ഞാൻ നിനക്കൊരു ഡിന്നർ തരാമെന്ന് പറയേ. നമ്മളെ പെണ്ണാണെങ്കിൽ ഡോക്ടറോ പോയി ഡിന്നറെങ്കിലും കിട്ടൂല എന്നുള്ള രീതിയിൽ എന്ന് പറയും. ഇതേ ടൈം നമ്മളെ ചെക്കൻ്റെ അമ്മയും ടൂ ആണെങ്കിൽ ഭയങ്കര കമ്പനി ആയിട്ടുണ്ടാവേ. നമ്മളെ ലിൻജന്റെ അമ്മ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ടൂവിന്റെ അവസ്ഥ എന്നായിരിക്കും എന്നറിയില്ല. നമ്മളെ ടൂ ആണെങ്കിൽ നല്ലോണം പാട്ട് പാടുവേ, അമ്മയാണെങ്കിൽ വലിയ എന്താ പറയുക കുറച്ച് വേടായിട്ടായിരിക്കും പാടുന്നുണ്ടാവുക. അതുകൊണ്ട് നമ്മളെ ടൂ ആണെങ്കിൽ പറയും ഇങ്ങനെ പാടുന്നു പറയുമ്പോൾ അമ്മയും പാടുന്നുണ്ടാവുക. രണ്ടാളും പാടുന്ന സൗണ്ടും കേട്ടോണ്ടായിരിക്കും നമ്മളെ ചെക്കൻ പുറത്തുനിന്ന് വരുന്നുണ്ടാവുക. അവനാണെങ്കിൽ അമ്മക്ക് എന്തോ പറ്റിയെന്ന് വിചാരിച്ചിട്ട് അകത്തേക്ക് ഓടി വരുന്നതായിരിക്കും നമ്മളെ ടൂനെ കാണുന്നുണ്ടാവുക. പിന്നെ ഞാൻ പറയണ്ടല്ലോ നമ്മളെ ലിഞ്ചയാണെങ്കിൽ നിങ്ങൾ രണ്ടാളൊന്നും ഇവിടുന്ന് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മളെ അമ്മയാണെങ്കിൽ ഇതെന്റെ പാട്ട് ടീച്ചറാണെന്ന് പറയേ. എന്നിട്ട് അമ്മയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടാൾക്കും പരസ്പരം അറിയുമെന്ന് ചോദിക്കുമ്പോൾ രണ്ടാളും ഇല്ല എന്നായിരിക്കും പറയുന്നുണ്ടാവുക. അതിൻ്റെ ഇടയ്ക്ക് അമ്മയാണെങ്കിൽ പറയും എടാ നമ്മൾ രണ്ടാളും ഇങ്ങനെ പാട്ട് പഠിച്ചത് കൊണ്ട് വല്ലാണ്ട് വിശക്കുന്നുണ്ട്, നീ ഒന്ന് പോയിട്ട് ഫ്രൂട്ട്സ്
കട്ട് ചെയ്തിട്ട് വരുമോ എന്നൊന്ന് പറയേ. ലിൻസി ആണെങ്കിൽ കൊന്നിട്ട് സമ്മതിക്കുന്നുണ്ടാവില്ല. അവസാനം അമ്മ അവസാനം തടവെടുക്കുക. അമ്മയാണെങ്കിൽ പറയും എനിക്കൊരു മോനുണ്ട്, ഒന്നിനും ഒരു ഉപകാരമില്ലാതെ ഒരു കാര്യവും ചെയ്യൂല, ഭയങ്കര യൂസ്ലെസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് തകർത്ത് അഭിനയിക്കുന്നുണ്ടാവേ. ഇത് കാണുമ്പോൾ നമ്മൾ ലിൻസി ആണെങ്കിൽ പറയും അമ്മ മതി, ഇത്ര അഭിനയം മതി, ഞാൻ പോയിട്ട് കട്ട് ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവൻ നേരെ അകത്തേക്ക് പോകുന്നുണ്ടാവും. അങ്ങനെ അകത്തുനിന്ന് അവൻ എന്തെല്ലോ ചെയ്യുന്ന ടൈമായിരിക്കും അമ്മേനെ പിന്നെയും വിളിക്കുന്നുണ്ടാവും. അമ്മയാണെങ്കിൽ എന്തോ സംഭവിച്ചതെന്ന് വിചാരിച്ചിട്ട് അകത്തേക്ക് പോകുമ്പോൾ അവനാണെങ്കിൽ പറയും അമ്മ ഞാൻ നിങ്ങളിപ്പോൾ രഹസ്യമായിട്ട് വിളിച്ചത്, എനിക്കൊരു ഹെൽപ്പ് വേണം, ആ ഒരു ടൂ ഇല്ലേ അവളെ നമ്പർ ഒന്ന് വാങ്ങിത്തരുമോ എന്ന് ചോദിക്കേ. അമ്മയാണെങ്കിൽ പറയും നിന്റെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ അവനാണെങ്കിൽ പറയും അതിൻ്റെ അർത്ഥം എനിക്ക് അവളെ ഇഷ്ടാന്നല്ല അമ്മ എന്ന് പറയുമ്പോൾ അമ്മയാണെങ്കിൽ ഇവൻ അവളെ ഇഷ്ടാന്നുള്ള കാര്യം കൺഫേം ചെയ്തിട്ടായിരിക്കും അകത്തേക്ക് വരുന്നുണ്ടാവുക. ഇങ്ങനെ ടൂ പോകാൻ നിൽക്കുന്നവരും ലിൻസി ആണെങ്കിൽ അമ്മക്കൊരു സിഗ്നൽ കൊടുക്കുക. അമ്മയാണെങ്കിൽ പറയൂ എടാ ടൂ നീ ഇങ്ങനെ പോകലേ, എൻ്റെ മോന് നിന്റെ വീചാറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും, നിങ്ങൾക്ക് തമ്മിൽ ഒരു കോണ്ടാക്ട് വെച്ചൂടെ, അങ്ങനെ ഇങ്ങനെ നോക്കാം അമ്മ പറയുന്നത്. നമ്മളെ ടൂന് അധികം എതിർക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവൾ ഇഷ്ടത്തിൽ ആ ഒരു ലിൻസിനെ ആണെങ്കിൽ വീചാറ്റിൽ ആഡ് ആക്കുന്നുണ്ടാവും. ആഡ് ആക്കിയതിനു ശേഷം രണ്ടാളെ എക്സ്പ്രഷൻ ഇതുപോലെ ആയിരിക്കും. അങ്ങനെ ടൂ അവിടുന്ന് പോകാൻ നിൽക്കുന്നേരം നമ്മളെ അമ്മയാണെങ്കിൽ പറയും കണ്ട എന്നെ കൊണ്ട് പറ്റാത്തതായിട്ട് ഒന്നുമില്ല എന്ന് പറയുമ്പോൾ നമ്മളെ ലിൻസി ആണെങ്കിൽ അമ്മക്ക് ടാങ്ക് കൊടുത്തിട്ട് ഇതുപോലെ ചിരിക്കുന്നുണ്ടാവേ. ഇത് കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ടാവുക. നിങ്ങൾക്ക് ഈ ഒരു ഡ്രാമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ബൈ.